ഹായ് സോലിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെ ഉള്ളത് ഹീറോയുടെ എക്സ്പൾസ് 200 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു റോയൽ എൻഫീൽഡിൻ്റെ മോട്ടോർ സൈക്കിളിനെ പറ്റി പറഞ്ഞു തുടങ്ങാം കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 750 കുറിച്ച് തന്നെയാണ്. അങ്ങനെ അവസാനം റോയൽ എൻഫീൽഡിൻ്റെ തന്നെ അവർ പിക്ചേഴ്സ് അങ്ങനെ ലീക്ക് ചെയ്തിട്ടുണ്ട്. ലഡാക്കിൽ വെച്ച് ടെസ്റ്റിങ്ങിന് ടൈമുള്ള ഇമേജസ് ഒക്കെയാണ് അങ്ങനെ റോയൽ എൻഫീൽഡ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു ലീക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഫോട്ടോസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാണാമല്ലോ, ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു റൗണ്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല വലിയൊരു ഫ്യൂൽ ടാങ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വൈസറും അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. പിന്നെ റിയർ ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഹിമാലയൻ 450 കണ്ടതുപോലെ തന്നെ ഒരു സിമിലർ സെറ്റപ്പാണ് ഒരു ടെയിൽ ലൈറ്റ്സ് വരുന്നത്. പിന്നെ ഒരു 19 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ്, റിയർ സൈഡ് ഒരു 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിൽ ഒരു ഡ്യുവൽ ടെക് സെറ്റപ്പ് വരുന്നത്. അത് നമ്മുടെ ഹിമാലയൻ 750 കേട്ടോ. പിന്നെ 750 എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് നമ്മുടെ 650cc എഞ്ചിനെ കുറച്ചുകൂടി ഒന്ന് അപ്സൈസ് ബോറൊക്കെ ചെയ്താണ് 750 എഞ്ചിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പവർഫുൾ എഞ്ചിൻ തന്നെയായിരിക്കും ഒരു 750cc പാലറ്റിൻ്റെ എഞ്ചിൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ നമുക്ക് ഈ ഒരു 2026 ഫസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ 2025 തന്നെ ഇറങ്ങാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഹിമാലയൻ 750യുടെ വിശേഷങ്ങൾ. അടുത്തതായിട്ട് നമ്മുടെ ഹിമാലയൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് വേർഷൻ, ഈ ഹിമാലയൻ എന്ന് പറയുന്ന ബൈക്കും അതേ ലഡാക്കിൽ തന്നെ ടെസ്റ്റിങ്ങിൻ്റെ ടൈം ഇമേജസ് അങ്ങനെ ലീക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ അതിഭീകര ലുക്കാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. സ്പോക്ക് വീൽ സെറ്റപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ നമുക്ക് അതിൽ പറ്റും. പക്ഷേ നമ്മുടെ ഹിമാലയൻ 750 കുറച്ചുകൂടി അഡ്വഞ്ചർ ഫോക്കസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഇലക്ട്രിക് ഹിമാലയൻ. ഈ ഹിമാലയൻ വൈസറൊക്കെ നമുക്ക് ഹിമാലയൻ 750 തന്നെ പോലെ അത്യാവശ്യം നല്ല ടോളായിട്ടുള്ള വൈസറാണ്. പിന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് ഹിമാലയൻ മൊത്തത്തിൽ അലുമിനിയത്തിൽ കുളിച്ചിരിക്കുന്നതെന്ന് പറയാം. ബിക്കോസ് നമ്മുടെ മെയിൻ ഫ്രെയിം അലുമിനിയമാണ്, സബ് ഫ്രെയിം അലുമിനിയമാണ്, സ്വിംഗ് ആം അലുമിനിയമാണ്. പിന്നെ നമ്മുടെ ലഗേജ് മൗണ്ട്സ് ഒക്കെ അലുമിനിയത്തിലാണ്. പിന്നെ ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയും മൊത്തത്തിൽ അലുമിനിയത്തിലാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു അലുമിനിയം വൈബാണ് നമ്മുടെ ഹിമാലയൻ ഇലക്ട്രിക് ഹിമാലയനിൽ വരുന്നത്. പിന്നെ പറയാനായിട്ട് എന്താ, സിംഗിൾ ഡിസ്ക് സെറ്റപ്പൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും വരുന്നത്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഉടനെയൊക്കെ തന്നെ ആ ഒരു കിട്ടിലിന് ഇലക്ട്രിക് ഹിമാലയന് നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് നോക്കാം. ബിക്കോസ് മാരുതി സുസുക്കി അവരുടെ ബലേനോ എന്നാണ് കാറെ അറിയാലോ, അതിനൊരു 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഭാരത് NCAP ഒരു ക്രാഷ് ടെസ്റ്റിലൂടെ നേടിയിരിക്കുന്നത്. 4 സ്റ്റാർ ഔട്ട് ഓഫ് 5 അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. അത്യാവശ്യം സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ള ഒരു ബൈക്ക് അല്ല, ഒരു കാർ തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ, സ്വിഫ്റ്റിൻ്റെ ഡിസയർ, ആ ഒരു ഡിസയർ 5 സ്റ്റാർ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാരത് NCAP ടെസ്റ്റിൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു കാറായിട്ട് നമുക്കൊരു മാരുതി സുസുക്കി ഡിസയറിനെ പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന് 2 പുതിയ കാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കാറിനെ പറ്റി നമുക്ക് നോക്കാം. അത് ഇപ്പോൾ നമ്മൾ ബൈക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഈ കാറിനെ കാണുമ്പോൾ പേടിക്കുന്ന ഒരു കാറാണ്. അത് കേസ് ഞാൻ ബൊലേറോ പറ്റിയാണ് പറയുന്നത്. നമ്മൾ കുറച്ച് പേരെങ്കിലും പേടിക്കും ഈ ഒരു കാറിനെ നമ്മൾ റോഡിൽ കാണുമ്പോൾ. കാരണം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു ബൊലേറോ 2025 എഡിഷൻ വന്നിട്ടുണ്ട്. പഴയതിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി ബോക്സി ടൈപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരു അപ്രൈസ്ഡ് ആയിട്ടുള്ള ഗ്രില്ല് പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പ്രൊജക്റ്റ് LED ഹെഡ്ലാമ്പ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ കാണാമല്ലോ, കംപ്ലീറ്റ്ലി ഒരു ബോക്സി ഡിസൈനാണ്. പിന്നെ ആ ഒരു ആ പാറ്റേൺ, ആ ഒരു ടെസ്റ്റിംഗ് വെഹിക്കിളിൻ്റെ പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അടുത്തതായിട്ട് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നതാണ് മഹീന്ദ്രയുടെ XUV 700 ഉണ്ടല്ലോ, അതിന് തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷനും അവർ കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഒരു ലീക്ക് പിക്ചേഴ്സൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് നോക്കാം. ബിക്കോസ് ഹോണ്ടയുടെ ഈ ക്ലച്ച് പോലെ തന്നെ ഡുക്കാട്ടി അവരുടെ സെമി ഓട്ടോമാറ്റിക് ക്ലച്ച് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പേറ്റൻ്റൊക്കെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാമല്ലോ, അവരുടെ ഹോണ്ട ഈ ക്ലച്ച് ഓൾമോസ്റ്റ് സിമിലർ ടു അതിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ ഡുക്കാട്ടി ആയതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ക്ലച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോഞ്ച് കൺട്രോൾ കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡുക്കാട്ടി പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ ഡുക്കാട്ടിയുടെ സ്ക്രാംബ്ലർ 1100 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ, അത് ഗ്ലോബലി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് അവർ പതുക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 1079cc L10 എഞ്ചിനായിട്ടൊക്കെ വന്ന ഒരു ഭീകര മോട്ടോർ സൈക്കിളാണ് അങ്ങനെ പോയിരിക്കുന്നത്. 83 ഹോഴ്സ് പവർ ആൻഡ് 89 Nm ഓഫ് ടോർക്ക് സംതിങ് ആയിരുന്നു ആ ഒരു L10 എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്തായാലും
ഐ-RELTന് ഒരു വിട പറയാൻ സമയമായിരിക്കുന്നു. ബിക്കോസ് അത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ടല്ലോ. അടുത്തതായിട്ടൊരു ഹാപ്പി ന്യൂസാണ് കേട്ടോ. ബിക്കോസ് നമ്മുടെ വോൾസ്വാഗൻ്റെ പോളോ ഉണ്ടല്ലോ, ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല. നമ്മുടെ പോളോ വന്നിട്ട് തന്നെ 50 വർഷമായി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു 50th ആനിവേഴ്സറി എഡിഷൻ കാറും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വോൾസ്വാഗൻ പോളോ എഡിഷൻ 50 എന്നാണ് ഈ ഒരു കാറിനെ നെയിം ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് സ്റ്റാൻഡേർഡിന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറേയേറെ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഈ ഒരു പോളോ 50 സെറ്റിന് വരുന്നത്. ലൈക്ക് ഒരു ബ്ലൂ കളർ ഷെയ്ഡൊക്കെ വരുന്ന ഒരു പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 16 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് 17 ഇഞ്ച് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ലൈക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പാക്ക് പോലും നമുക്ക് ആ 17 ഇഞ്ച് അലോയ് വീൽസും സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമുക്കൊരു 50th ആനിവേഴ്സറി എഡിഷൻ ആയതുകൊണ്ട് ആ 50 എന്ന് പറയുന്ന ഒരു 3D ലോഗോ ബാഡ്ജിങ് നമുക്ക് കുറേ ഏരിയാസിൽ കാണാൻ സാധിക്കുന്നു കേട്ടോ ആ ഒരു കാറിൻ്റെ. അതൊക്കെ തന്നെ നമ്മുടെ പോളോ 50th എഡിഷൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ. വേറെയും കുറേ ഉണ്ട്. നിങ്ങൾക്ക് അത്രമാത്രം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ ബിക്കോസ് അത്രമാത്രം കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു പോളോ 50th എഡിഷൻ്റെ കാര്യത്തിൽ. അടുത്തായിട്ട് വോൾസ്വാഗൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ഗോൾഫിൻ്റെ ആ 50th എഡിഷൻ കാറ് നർബറിംഗ് ട്രാക്ക് ഉണ്ടല്ലോ, അവിടെ ഫാസ്റ്റസ്റ്റ് വോൾസ്വാഗൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റസ്റ്റ് വോൾസ്വാഗൻ എന്ന് പറയാൻ കാരണം വോൾസ്വാഗൻ്റെ ബാഡ്ജിങ് വെച്ച് ലൈക്ക് ഫാസ്റ്റസ്റ്റ് ലാപ്പാണ് നർബറിംഗ് ട്രാക്കിൽ ഈ ഗോൾഫ് GT സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 20.8 കിലോമീറ്റർ വെറും 7 മിനിറ്റ് 46 സെക്കൻഡ് 13 മില്ലി സെക്കൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അന്യായ ടൈമിംഗ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഗോൾഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറും 7 മിനിറ്റ് 46 സെക്കൻഡിലൊക്കെ 20 കിലോമീറ്റർ. പിന്നെ ട്രാക്കിലായതുകൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഗോൾഫ് കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ 50th എഡിഷനും കൂടെ ആയതുകൊണ്ട് പറയണ്ടല്ലോ, കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരുന്നു ഈ ഒരു കാറ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഗോൾഫ് GTIക്കൊക്കെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റുന്ന 2025 സ്കോഡ ഒക്ടാവിയയുടെ RS ഉണ്ടല്ലോ, അത് ലോഞ്ച് ആവുന്നതിന് മുന്നേ കുറച്ച് ലീക്ക് ഫീച്ചേഴ്സൊക്കെ ഇൻ്റർനെറ്റിൽ വന്നിട്ടുണ്ട്. കാണാനൊക്കെ അതിഭീകര ഭംഗിയാണ്. എനിക്കൊരു പക്ഷേ ഒരു പടിക്ക് മുകൾ ഗോൾഫിനെക്കാട്ടി ഇഷ്ടം ഈ സ്കോഡയുടെ ഒക്ടാവിയ RSൻ്റെ തന്നെയാണ് കേട്ടോ. ലൈക്ക് എൻജിൻ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു 2 ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ തന്നെയാണ് അവിടെയും വരുന്നത്. ഒരു 261 BHPയും ഒരു 370 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്, 370 365 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഈ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കുറച്ചുകൂടി ദിവസം കഴിയുന്ന മുന്നേ അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് iOS 26 വന്നായിരുന്നല്ലോ. അപ്പോൾ അതിന് സാമ്യമായിട്ട് നമ്മുടെ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ ആപ്പിൾ മാപ്സിലൊക്കെ കുറേയേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഇൻ്റർഫേസിലൊക്കെ കുറേയേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിൾ കാർപ്ലേയിൽ. പിന്നെ കോൾ അലേർട്സ് ഒക്കെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈക്ക് ഡ്രൈവേഴ്സിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ പിടിക്കാതെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ മാപ്പും കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി പോകുന്ന റൂട്ടൊക്കെ ആണെങ്കിൽ അത് തന്നെ നമ്മൾ ആ വഴി പോകുന്ന ടൈം ആ മാപ്പൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. അങ്ങനത്തെ കുറേയേറെ പരിപാടികളാണ് ആപ്പിൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് കേട്ടോ. ബിക്കോസ് നമ്മുടെ ഹോണ്ടയുടെ ട്രാൻസ് ആൽപ്പ് 750 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 2025 എഡിഷൻ വന്നിട്ടുണ്ട്. അതിന് കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഹെഡ്ലൈറ്റ്സ്. ഇത്തവണ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഗിയേഴ്സിലൊക്കെ കുറേയേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 ഇഞ്ചിൻ്റെ കളർഫുൾ TFT മീറ്റർ കൺസോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നേ കുറേയേറെ മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു പുതിയൊരു 2025 ട്രാൻസ് ആൽപ്പ് 750 വന്നേക്കുന്നത് ഒരു 11 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം പ്രൈസിനാണ്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രൈസിംഗ് ആണ് ഇത്തവണ ഹോണ്ട വെച്ചേക്കുന്നത്. ഹോണ്ട ഇപ്പോൾ 2-3 ദിവസമായിട്ട് മോട്ടോർ സൈക്കിൾസ് ഇറക്കുന്നു, അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നു. അത്യാവശ്യം കിടിലായിട്ടാണ് നിൽക്കുന്നത് ഹോണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ന്യൂസുകൾ. വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇത്രയും നാൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ അഫ്കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാദ്യമായിട്ടാണ് തോന്നുന്നത് സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.